എന്താ മോളെ? കൂടുതൽ വളച്ചിട്ടൊന്നുമില്ല, കാര്യം പറയാം. പെട്ടെന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. ഒഴിഞ്ഞേരിയേ? എന്തിന്? അത് ശരി, ഒന്നും അറിയാത്തതുപോലെ. നിങ്ങൾ മൈക്കിളെ ഈ വീടും പറമ്പ് എനിക്ക് വിട്ടതാ. നിങ്ങളെ ഒഴിപ്പിച്ചു തരാന്നും പറഞ്ഞ് 3 തവണ വാക്ക് മാറി. ഇനി ഞാൻ അവനെ കാക്കില്ല. വേഗം ഇറങ്ങിയോ തല്ലേ മോളെ ഇവിടുന്ന്. ഈ വീടും പറമ്പും എന്റെ ഭർത്താവിന്റെ പേരിലുള്ളതാ. അത് വിൽക്കാനുള്ള അവകാശം മൈക്കിളിനില്ല. പിടിച്ചിറക്കണം രണ്ടിനെ. മോനെ ശിവ, ജൂലി, നീ വാ. നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കാത്തിരിക്കുന്നവരുടെ മുന്നില് ഇനി ഒരു നിമിഷം നീ നിൽക്കരുത്. നിന്നെ പോറ്റാനുള്ള കഴിവ് ഇന്ന് എനിക്കുണ്ട്. നീ വാ. ഇല്ല ശിവ. ജൂലി, വരാൻ. ഞാൻ വരില്ല. ശിവയാ വിളിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഇന്ന് എനിക്കുണ്ട്, പണമുണ്ട്. നീ വാ. നിങ്ങളുടെ പണവും സൗകര്യവും ഒന്നും എനിക്ക് വേണ്ട ശിവ. നിങ്ങൾ രണ്ടാളും പഴയ പോലെ ഒന്നിച്ചാലേ ഞാൻ നിങ്ങളുടെ കൂടെ വരൂ. അന്നേ ശിവയ്ക്ക് എന്റെ കഴുത്തി താലി കെട്ടാൻ പറ്റൂ. നടക്കില്ല, ഈ ജന്മത്തെ നടക്കില്ല. അറ്റുപോയ വലക്കണികളാ, അത് കൂട്ടിക്കെട്ടാൻ ഇനി ആരും നോക്കണ്ട. എങ്കിൽ ഈ കാത്തിരിപ്പായി ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. ഉറപ്പാണോ? അതെ. സലോമി, ആ പേരിനി എന്നെ വിളിക്കരുത്. എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് അവനെ ഒന്ന് കാണണം. ആരെ? എന്റെ മോനെ. നിങ്ങളുടെ മോനോ?
ആന്റണി മുതലാളിയുടെ മകൾ ഹെലന് നിങ്ങളൊരു മോനുണ്ടായാൽ അതിവിടെയല്ലല്ലോ കാണുക. സലോമി, എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒക്കെ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കവനെ കാണണം, കണ്ടേ പറ്റൂ. നിങ്ങൾ തന്ന മോഹിപ്പിച്ച സമ്മാനങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ച ഒന്ന്. ഇത് സൂക്ഷിച്ചു വെച്ചത് ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കാനല്ല, എന്നെങ്കിലും നിങ്ങൾ ഈ ആവശ്യവും പറഞ്ഞ് എന്റെ മുന്നിൽ വന്നാൽ നിങ്ങളുടെ മുഖത്തേക്ക് ഇത് വലിച്ചെറിയാൻ. ഇതും എടുത്തിറങ്ങിക്കോ. അതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചിട്ടില്ല. സലോമി. ആ, സലോമ്യ പറയുന്നേ. എന്റെ മോനെ ഞാൻ പിഴച്ചു പറ്റതാ. അവന്റെ തന്ത ആരാണെന്ന് അവനെ പോലെ എനിക്കും അറിയില്ല. സലോമി, മതി, നീ അകത്ത് പോ. ഇല്ല, എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ അകത്ത് നിന്നോട് പോ. അകത്ത് പോകാനാ പറഞ്ഞത്. പൊടി. ഇതെന്റെ പെങ്ങടെ വീടാ, അല്ലാതെ തോന്നുമ്പോ ഒന്ന് സംബന്ധം കൂടാനുള്ള വേശ്യാലയമല്ല. ശിവ, ഇറങ്ങടാ. ശിവ, ഞാൻ പുറത്തു. എന്തായാലും നീ ചെയ്തത് അല്പ കടന്ന കൈയായിപ്പോയി. അവര് നാട് വിട്ടു പോകുന്ന സ്ഥിതിക്ക് സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ നിനക്ക് അവനെ അനുവദിക്കാമായിരുന്നു. സഭാന, നീ മിണ്ടരുത്. തന്തയുടെ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു ചറ്റ. ചണ്ടി പോലെ അവളെ വലിച്ചെറിഞ്ഞിട്ട് പണത്തിന്റെ പിന്നാലെ പോയി അവൻ എന്താ അവകാശമാണ് ഉള്ളത്? എന്നിട്ട് ഇപ്പൊ എന്തായി? അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്ന സഭാനവൻ. ഇനി അവൻ എന്റെ മുന്നിൽ വന്ന് യാചിക്കും. മകനെ കാണാൻ വന്നിരിക്കുന്നു, മോനെ കാണാൻ. കാണിക്കില്ല അവനെ. നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എടാ നോക്കാൻ. എന്താടാ? എന്തിനാടാ ഈ വിരട്ടൊക്കെ? നിന്നെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇതൊക്കെ പറയുമ്പോഴേ നിന്റെ മനസ്സിലുള്ളത് അവനെ കുഞ്ഞിനെ കാണിക്കുന്നത് തന്നെയാ. നിങ്ങൾ രണ്ടിനെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ മനസ്സിൽ അതല്ലേടാ ശിവ. ഞാൻ അവനെ കുഞ്ഞിനെ ഒന്ന് കാണിച്ചോട്ടടാ. നീ ഒന്ന് സമ്മതം മൊഴിയാ മതി. പക്ഷേ ഇതെന്റെ അനുഭവത്തോടെയാണെന്ന് അവൻ അറിയരുത്. അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലെന്ന് നിങ്ങളിൽ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനി അനുസരിക്കുകയും ചെയ്യും. എന്ത്? ഒന്നുമില്ല, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ശിവ, അവൻ അറിഞ്ഞിട്ടില്ല. അവൾ ഇതിന് സമ്മതിച്ചോ? ഇല്ല, ആരും അറിയാതെയാ ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നത്. എന്താ അർജുൻ? വേലുഭായിക്ക് നിങ്ങളെ കാണണമെന്ന്. അർജുൻ പൊയ്ക്കോ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ഭായ് കാറിലുണ്ട്. കുഞ്ഞിനെ കൊണ്ട് വെക്കോ. അയ്യോ മൈക്കിളെ, കുഞ്ഞിനെ കൊണ്ട് പോവാൻ. നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി, നീ എന്താ ഇവിടെ? ഏയ് ഒന്നുമില്ല. ആ പിന്നെ നിന്നെ കാണാൻ ഒരാളെത്തിയിട്ടുണ്ട്. വന്നത് ആരാണെന്നറിയണ്ടേ? ചോട്ടാ ഭായ്. നിന്നെ കുറിച്ച് കേട്ടിട്ട് വന്നതാ. വാ കേറ്. ഇല്ല, വേലുഭായി പൊയ്ക്കോ. ശിവ, ഞാൻ വന്നോളാം. നിനക്ക് എന്തു പറ്റി? എന്താ ഇത്? മൈക്കിൾ, അർജുൻ, ഭായ് വേണ്ട. ഇല്ല ശിവ, വിടില്ല ഞാൻ അവനെ. ഭായ് ഞാനാ പറയുന്നത്, വേണ്ട, നമുക്ക് പോവാം. നിങ്ങൾ വണ്ടി കയറ്.
ഇല്ലേ? അകത്തുണ്ട്. കം. ഭായ്, ശിവ, നമസ്തേ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും. വിശ്വസ്തനാണ്. ഇവനെ മറികടന്ന് ഒരുത്തനും ഇവിടെ കളിക്കയില്ല. അച്ഛാ. അപ്പോ ശിവ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഉറപ്പിക്കാം. എങ്ങനെ? പഴയതുപോലെ ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? അതെ, പഴയ പോലെ കമ്മീഷൻ പറ്റിയുള്ള ഏർപ്പാടിനി പറ്റില്ലെന്ന്. പിന്നെ ബിസിനസ്സിലാവുമ്പോ ലാഭം കിട്ടണം. ലാഭം എന്ന് പറഞ്ഞാൽ 50-50 അതെനിക്ക് കിട്ടണം. ശിവ, പങ്ക് ചോദിക്കാൻ മാത്രം നീ വളർന്നോ? വളർന്നു കൂട്ടിക്കോ. എന്നും ഇങ്ങനെ താൻ മാത്രം വളർന്നാ പോരല്ലോ. ശിവ, നീ എവിടെ നിന്ന് സംസാരിക്കണം നിനക്കറിയോ? അറിയാടോ, നല്ല പോലെ അറിയാം. ഈ ചോട്ടാബായും തങ്കവേലും താനും ഒക്കെ ബിസിനസ്സിൽ എനിക്ക് ഒന്ന് തന്നെ. പണിയെടുക്കാൻ ഞാനും പണം ഉണ്ടാക്കാൻ നിങ്ങളും എന്നുള്ള ഈ പരിപാടി ഇനി നടക്കില്ല. തങ്കവേലു, നിർത്തടാ. നീ ഞാനും തമ്മിലുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചോട്ടാബായിയുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് നിന്നെ ഞാൻ ചോട്ടാബായാലും ബെഡാബായി വന്നാലും എന്നൊരു ചുക്കും ചെയ്തില്ലടോ. താൻ ആരാണെന്നാ വിചാരിച്ചത്? ശിവ, നിന്നെ വളർത്തി വലുതാക്കി ഇവിടെ വരെത്തിച്ച് വേലുബായാണെന്ന കാര്യം നീ മറന്നു. അതേടം മറന്നു. എല്ലാം മറക്കും ഞാൻ. എന്നെ വെച്ച് കളിച്ച് നേടാനുള്ളതൊക്കെ നേടി കഴിഞ്ഞിട്ടിപ്പോ തനിക്ക് അവനെ കൊല്ലണം അല്ലേ? എന്റെ കൺമുമ്പിലിട്ട് നീ അവനെ കൊല്ലല്ലടാ. തൊടില്ല നീ അവന്. അപ്പൊ ഞാൻ സുഹൃത്തിനോട് കാണിച്ചതിലുള്ള രോഷപ്രകടനമായിരുന്നു ഇതുവരെ അല്ലേ? നോക്ക്, ഇനി ഈ മണ്ണിൽ ഒരുമിച്ച് നിന്ന് വേര് പിടിക്കാമെന്ന് വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു മാറ്റും ഞാൻ ആ പേര്. ഇനി എന്റെ നെഞ്ചുകാരെ വിരൽ ചൂണ്ടിയാ വെട്ടി മാറ്റും ഞാൻ ഈ കൈ. തങ്കവേലു, छोड़ दो उसे. ഭായി, ഇവനെ ജീവനോടെ വിട്ടാൽ? समझता हूं मैं, सब कुछ समझता हूं. भाई तुम जाओ. आउट. I agree to your terms. 50-50. Okay? വേലുഭായി, ഭായി. ആന്റണി, പരസ്പരം വെട്ടിയും ചതിച്ചും കൊന്നും നമ്മൾ യുദ്ധം ചെയ്തതൊക്കെ പാഴായി പോയിടോ. ഇനി ഈ നിമിഷം മുതൽ നമ്മൾ ഒന്നാണ്. യു നോ വൈ? അറിയാം വേലുഭായി. അതുകൊണ്ടാ ഭായി വിളിച്ചപ്പോ സർവ്വതും മറന്ന് ഞാൻ ഓടിയെത്തിയത്. ശിവയും മൈക്കിളും എപ്പോ വേണമെങ്കിലും ഇനിയും പഴയ സുഹൃത്തുക്കളാവും. അതുകൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെട്ടേക്കും. നോ, നെവർ. അവരൊരിക്കലും ഒന്നിക്കില്ല. ആന്റണിയാ പറയുന്നത്. ഇല്ലടോ, നമ്മളൊക്കെ കൂടി വളർത്തി വിട്ടവർ നമ്മളെ തന്നെ ചവിട്ടി താഴ്ത്തി കയറിപ്പോകുന്നു. ഞാനും താനും ഒക്കെ നിസാര കണ്ണികളായി മാറുന്നു. ഇല്ല ഭായി, അങ്ങനെ സംഭവിക്കാൻ അവസരം ഉണ്ടാവരുത്. അതിനു മുമ്പ് തീർത്തിരിക്കണം അവനെ, ആ ശിവയെ. നിങ്ങളോടൊപ്പം അന്നും ഇന്നും നിഴൽ പോലെ നിന്നവനാ ഞാൻ. ഒരവസരം എനിക്കും തന്നൂടെ? തന്നിരിക്കുന്നു രഘുരാമൻ. പക്ഷേ എനിക്ക് അവനെ വേണം, ആ ശിവയെ. എന്നിട്ട് വേണം ചില കണക്കുകൾ തീർക്കാൻ. എന്താ ആന്റണി? ഹലോ ശിവ, ഞാനാ രഘുരാമൻ. എന്താ കാര്യം? ഒരു തെറ്റുപറ്റിപ്പോയി. നീ എനിക്ക് മാപ്പ് തരണം. വേലുബായിയോട് നീ അങ്ങനെ സംസാരിച്ചപ്പോ അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിന്റെ വളർച്ച സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയില്ല ശിവ. താൻ കാര്യം പറയടോ. എനിക്ക് ശിവയെ കാണണം. ഞാൻ കുറച്ച് തിരക്കില്ല. അത് പറഞ്ഞാ പറ്റില്ല. എനിക്ക് നിന്നെ നേരിട്ട് കണ്ട് മാപ്പ് പറഞ്ഞേ പറ്റൂ. എങ്കിലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ശരി ശിവ, ഞാൻ ഉടനെ എത്താം.
Hello, bye. Okay. Thank you. Thank you. ദൈവമേ, എന്താ ശിവ, പേടിച്ചു പോയല്ലേ? ചില നിമിഷങ്ങളിൽ മനുഷ്യരങ്ങനെയാണ്. എല്ലാം നേടിയിട്ടും അതൊന്നും രക്ഷയ്ക്കെത്താത്ത വല്ലാത്തൊരു നിമിഷത്തിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ നിന്റെ ഇടനെഞ്ചിൽ നിന്നുയർന്ന അവസാനത്തെ വിളി ഞാൻ കേട്ടു. വന്നു. ഇനി റിലാക്സ്, റിലാക്സ്. ആരാ? നിങ്ങൾ ആരാ? എന്നെ അറിയാത്തവർ വളരെ ചുരുക്കമല്ലേ ശിവ? ഞാനൊരു നൊമാഡ്, ദേശാടകൻ, ഭിക്ഷാം ദേഹി. പേര്? പല പേരുകളില്ലേ എനിക്ക്. 33 കോടി ദേവഗണങ്ങളിലും അതിന്റെ അത്ര മനുഷ്യഗണങ്ങളിലും എന്റെ പേരുണ്ട്. ആദിയിലുണ്ടായ വചനത്തിലും പിതാവിലും പുത്രനിലും ഞാനുണ്ട്. പിന്നെ പട്ടാപ്പകൽ നിരപരാധികളെ കൊന്നിടുമ്പോൾ, മുറ്റത്തോടിക്കളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബെറിഞ്ഞ് വീഴ്ത്തുമ്പോൾ, ഇരുളിന്റെ വഴിപിഴച്ച സന്തതികൾ കുരുന്നു പെൺകുട്ടികളുടെ മാനം കവർന്നെടുക്കുമ്പോൾ, നാടാകെ കോമരം തുള്ളുമ്പോൾ ഞാൻ അവതരിക്കും. ഇവിടെയും വന്നു. തൽക്കാലം രക്ഷകനെന്ന് കരുതിക്കൊള്ളു. പ്രാണവായുവിന്റെ ഈടിന്മേൽ ഞാൻ നിനക്ക് തരുന്ന ഈ ജീവിതം ഭയന്നോടാനുള്ളതല്ല. ചെറുത്തുനിന്ന്
പടവെട്ടി നേടിയെടുക്കാനുള്ളതാ. ശിവ, നിനക്കിത്തിരി കുറുമ്പ് കൂടിപ്പോയി. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെയും നീ സമ്പാദിച്ചു. ഇപ്പോഴിവിടെ ഉണ്ടല്ലോ ഒരുത്തൻ. നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നതാണ്. അനുസരണക്കേടിനുള്ള ശിക്ഷ വാങ്ങാതെ നീ പോവില്ല, അല്ലേ? ചെകുത്താന്റെ പരീക്ഷണങ്ങളുമായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കാതെ നീ പോ. ഈ കത്തിമുന പോലെയാണ് ജീവിതം. ഔചിത്യബോധമില്ലാതെ ഇത് ഉപയോഗിച്ചാൽ സ്വന്തം നെഞ്ചിലേക്ക് തന്നെ ബൂമറാങ് പോലെ തറച്ചു കയറും. എന്തിനു വേണ്ടിയായിരുന്നു ശിവ ഇതൊക്കെ? പറ, എന്തിനു വേണ്ടി? അത് പണം. പണം? പണം? പണത്തിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുന്ന, പണമാണ് സർവവും എന്ന് ഉദ്ഘോഷിക്കുന്നവരുടെ നെറുകേടിന്റെ കുരുത്തം കെട്ട ലോകത്ത് നിന്നും നേടിയ പണത്തിന് നിന്നെ രക്ഷിക്കാനായോ? ഇല്ല. ഒടുവിൽ പരാജയത്തിന്റെ അവസാന പടവിലെത്തി നിൽക്കുമ്പോൾ പണം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതെന്തേ? കഴിയില്ല ശിവ, കഴിയില്ല. നമ്മുടെ അഹന്തയുടെ കവചങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമ്പോൾ ഒടുവിൽ രക്ഷയ്ക്കെത്തുന്നത് ഒന്ന് മാത്രം. ഉന്നതങ്ങളിൽ നിന്നും അത്യുന്നതങ്ങളിൽ നിന്നും വരുന്ന ഈശ്വര കടാക്ഷം. The God's grace, the God's mercy. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, അവനവൻ വീഴുന്നിടത്ത് ദൈവത്തിനും പിന്നെ സ്വന്തം ചങ്കൂറ്റത്തിനും മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ആദ്യം നീ നിന്റെ തോൽവിക്കിടയിൽ നിന്ന് മനസ്സൊന്ന് വകഞ്ഞു മാറ്റി പുറത്തു വാ. എന്നിട്ട് ചങ്കൂറ്റത്തോടെ ഇറങ്ങി നിന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ രാവണൻ കോട്ടകൾ തകർത്ത് അവരെ കാൽ കീഴിലാക്കുന്ന ഇന്ദ്രജാലം എനിക്കൊന്ന് കാട്ടിത്താ ശിവ, കാട്ടിത്താ. പോകാൻ സമയമായി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇനി നമ്മൾ തമ്മിൽ എന്ന് കാണും. എവിടെ വെച്ച്? അതെ, കാണും. ഒരിക്കൽ, എന്നെങ്കിലും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. അന്നെന്റെ രൂപം ഇതായിരിക്കില്ല. മറ്റൊരു രൂപം, മറ്റൊരു നാമം, മറ്റൊരു ഭാവം. അതുവരെ നിനക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ.